പ്രൈസ് ദി ലോർഡ്. ഗിലിയാദിലെ സുഗന്ധ തൈലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗിലിയാദിലെ സുഗന്ധ തൈലം കർത്താവ് തന്നെയാണ്. എങ്കിലും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാവ് 8:22 46:11 വാക്യങ്ങളിൽ ഗിലിയാദിലെ വൈദ്യനെയും തൈലത്തെയും പറ്റി കാണുന്നു. ഗിലിയാദ് ഇസ്രായേലിൻ്റെ പ്രസിദ്ധമായ ഒരു പ്രസിദ്ധന്മാരായ വൈദ്യന്മാർ പാർത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തിസ്ബിനായ ഏലിയാവിനെ കുറിച്ച് കാണുന്നുണ്ട്. ഏലിയാവിൻ്റെ ജന്മസ്ഥലം ഗിലിയാദിലെ തിസ്ബയിലായിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 രാജ 17:1 രോഗത്തിനുള്ള ചികിത്സകളും രോഗശമനത്തിനുള്ള എണ്ണ, കുഴമ്പ്, തൈലം എന്നിവയും ഇവിടെ ലഭ്യമായിരുന്നു. ഗിലിയാദിലെ വൈദ്യനായി യിരെമ്യാവ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഗിലിയാദിലെ വൈദ്യനായിരുന്നു യിരെമ്യാവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹോവയ കർത്താവിനെ യാണ് ആ നല്ല വൈദ്യൻ. എല്ലാ രോഗത്തിനും ചികിത്സ നൽകി ഭേദപ്പെടുത്തുന്നതാണ് കർത്താവ്. അതാ യഹോവയ കർത്താവിനെയും ഗിലിയാദിലെ സുഗന്ധ കൊണ്ടെന്ന് കാണപ്പെടും നമുക്ക് കാണുന്നുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പുറപ്പാട് 15:26. അപ്പോൾ കർത്താവിനെ കുറിച്ചാണ് കൂടുതൽ ഇതിനകത്ത് ഉപമിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ ശുശ്രൂഷകളിൽ രോഗികളെ സൗഖ്യമാക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. ഗിലിയാദിലെ നല്ല വൈദ്യനായ യേശു കർത്താവ് തന്നെയാണ്, യേശു ക്രിസ്തു തന്നെയാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് ഗിലിയാദിലെ സുഗന്ധവർഗം ആണ്. കർത്താവ് ഗിലിയാദിലെ നല്ല വൈദ്യനാണ്. ഗിലിയാദിലെ സുഗന്ധദ്രവ്യമായ കർത്താവാണ്. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവാണ്. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. എനിക്ക് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ? ഞാൻ സകല ജഡത്തിൻ്റെ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത രോഗസൗഖ്യം വരുത്തുവാൻ എനിക്ക് കഴിയാത്തത് വല്ലതും ഉണ്ടോ? കർത്താവ് പ്രകാരം പറയുന്നത് അത് ഗിലിയാദിനായ കർത്താവാണ്. ഗിലിയാദിലെ സുഗന്ധ കുഴമ്പാണ് കർത്താവ്. കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ലെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.